കർത്താവിന്റെ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വീണ്ടും തുടരുകയാണ്. പ്രായോഗിക ക്രിസ്തീയ വിശുദ്ധീകരണത്തെ കുറിച്ചാണ് ഈ ദിവസങ്ങളെല്ലാം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പല വിഷയങ്ങൾ കഴിഞ്ഞ പാഠങ്ങളിൽ എപ്പിസോഡുകളിൽ നാം പഠിക്കുവാൻ ഇടയായി തീർന്നു. അവിടെ നാം ചിന്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പാപി താനായിരിക്കുന്ന അവസ്ഥയിൽ അവനെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. എന്നാൽ പാപി താനായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ തുടരുന്നതിൽ ദൈവം ഒരിക്കലും സംതൃപ്തനല്ല. തന്റെ പുത്രന്റെ സ്വഭാവത്തോട് അനുരൂപനായി നാം തീരണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മെ ഒരുക്കുന്നതിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നാമും കൂടിയുള്ള ഒരു കൂട്ടായ പ്രവർത്തനമാണ് പ്രായോഗിക വിശുദ്ധീകരണത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന വിഷയം. നാം ആയിത്തീരേണ്ട 3 അനുഭവങ്ങൾ ഇതോടുള്ള ബന്ധത്തിൽ വളരെ ചിന്തനീയമാണ്. അതിനായി യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള 3 പദപ്രയോഗങ്ങൾ ഈ വസ്തുക്കളെ കൂടുതൽ വ്യക്തമായി വിവരിക്കുന്നു. അവ യഥാക്രമം വൺനെസ് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനുള്ള ഏകത്വം, അല്ലെങ്കിൽ നമുക്കതിനെ യു ഇൻ മീ എന്ന് പറയുവാൻ കഴിയും. 2, ലൈക്ക്നെസ് ടു ക്രൈസ്റ്റ്, ക്രിസ്തു സാദൃശ്യം, അതിനെ ഐ ഇൻ യു എന്ന് നമുക്ക് പറയുന്നതിൽ തെറ്റി. 3-ാമത്തത് ഫുൾനെസ് ടു ക്രൈസ്റ്റ്, എന്നോടുകൂടെ അല്ലെങ്കിൽ വിത്ത് മീ എന്ന് നമുക്കതിനെ വിവക്ഷിക്കാം. നാം ഈ പഠിച്ച ഭാഗങ്ങളെല്ലാം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തോടനുബന്ധിച്ചാണ്. പല പ്രാവശ്യങ്ങളായി തിരുസന്നിധി എന്ന ശുശ്രൂഷയിൽ യോഹന്നാൻ 15 നമ്മുടെ പാഠഭാഗമായിരുന്നു. നാം ദൈവത്തിനെ പഠിക്കുന്നതോറും കൂടുതൽ ആഴത്തിലുള്ള വചനത്തിന്റെ വെളിപ്പാടുകൾ പരിശുദ്ധമായി നമുക്ക് നൽകുന്നു. പ്രായോഗിക വിശുദ്ധീകരണം എന്ന ഈ ഒരു ഹെഡിങ്ങിൽ പൊസിഷണൽ സാന്റിഫിക്കേഷൻ നമ്മൾ അതിന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമുക്ക് ധാരാളം ആത്മീക അർത്ഥങ്ങൾ വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിയും. 15-7 വായിക്കുമ്പോൾ വൺനെസ് വിത്ത് ക്രൈസ്റ്റ് നാം അതിനെ വീണ്ടും ഷോർട്ട് ചെയ്തത് യു ഇൻ മീ, ക്രിസ്തുവിനുള്ള ഏകത്വം. ആ വാക്യത്തിൽ എടുത്തു പറയേണ്ട ഒരു വാക്ക് നിങ്ങൾ എന്നിലും. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്നിലും എന്നാണ് ഇതിലെ ആത്മീയ ആശയം. ഞാൻ വിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നാണ് കർത്താവിന്റെ കൽപ്പന. ശുദ്ധീകരണം നാം ആഗ്രഹിക്കുന്ന ഒരു ഘടകമാണ്. എങ്കിലും നമ്മിൽ പലരും പരാജയബോധം അനുഭവിക്കുന്നവരാണ്. നാം ജയാളികളായി തീരണം. ദുഃഖിക്കുന്നവർ അനേകരാണ്. അവർക്ക് സന്തോഷം ആവശ്യമാണ്. അശുദ്ധി നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പിടിച്ചു വെച്ചിരിക്കുന്നെന്ന് നാം തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ശോധന ചെയ്ത് തിരിച്ചറിയേണ്ടതാണ്. വിശുദ്ധിക്കാരുടെ നിലവിളി നമ്മുടെ ഭാഗത്തുനിന്നും ഉയരേണ്ടത് ആവശ്യമാണ്. നാം നിശ്ചയമായും ജയാളികളും വിടുതൽ അനുഭവിക്കുന്നവരും ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നവരും ആത്മീയമായി വളരെ സന്തുഷ്ടിയുള്ളവരായി കാണപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്രകാരം ഒരു വിശുദ്ധിക്ക് വേണ്ടിയുള്ള വാഞ്ചയാണ് നമ്മിൽ നിന്ന് ഉളവാകേണ്ടത്. കാരണം ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഹിതത്തിന്റെ ആലോചന വിശുദ്ധീകരണത്തെ സംബന്ധിച്ച് തിരുവചനത്തിൽ ധാരാളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 തെസ്സലോനിക്കർ 4:3 ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. 1 പത്രോസ് 4:7 ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധിക്കായിട്ട് അത്രേ വിളിച്ചത്. ഇനിയും എഫെസ്യ ലേഖനം 1:4 നാം ഇങ്ങനെ വായിക്കുന്നു, നാം അവന്റെ മുമ്പാകെ വിശുദ്ധരായിരിക്കാൻ ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈ വസ്തുത ബൈബിൾ വിശദീകരിക്കുന്നു. എങ്കിലും നാം വേണ്ടവണ്ണം അതിനെ ശ്രദ്ധിക്കാറില്ല. 3 കാരണങ്ങൾ ഇതിനായിട്ടുണ്ട്. 1, വിശുദ്ധീകരണം എന്ന വാക്കിനെ കുറിച്ചുള്ള നമ്മുടെ അജ്ഞത. 2, ഈ ഉപദേശത്തെക്കുറിച്ചുള്ള തെറ്റായ പല പഠിപ്പിക്കലുകളും. 3, തിരുവെഴുത്ത് നിർദ്ദേശിക്കുന്ന വിശുദ്ധീകരണം വലിയ കാര്യങ്ങളെ നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് മുഖാന്തരം അംഗീകരിക്കുവാനുള്ള മനസ്സില്ലായ്മ. പ്രിയ സ്നേഹിതരെ, ശുദ്ധീകരണം എന്ന വാക്കിന് 2 അർത്ഥങ്ങളാണുള്ളത്. കർത്താവിന്റെ സമ്പൂർണമായ നിയന്ത്രണത്തിനും ഉപയോഗത്തിനുമായി പ്രയോജനപ്പെടുത്തുക എന്നതാണ് 1-ാമത്തെ അർത്ഥം. അടുത്തത് ദൈവത്തിന്റെ ഉടമസ്ഥയിൽപ്പെട്ടത്, ദൈവത്തിന്റെ സ്വഭാവം ഉൾക്കൊള്ളുന്നതായിരിക്കുക, അതാണ് 2-ാമത്തത്. നമ്മൾ ഓരോരുത്തരും ഒരു വിശ്വാസി എന്ന നിലയിൽ ക്രിസ്തു സ്വഭാവം നമ്മുടെ ജീവിതത്തിന്റെ നിലവാരമായി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നാം ഒന്ന് സ്വയം ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവമക്കളായിരിക്കുന്ന നാം തന്നെ ക്രിസ്തുവിനോട് ഏകീഭവിച്ചവരെന്ന് സമ്മതിക്കുന്നു. എങ്കിലും പലപ്പോഴും നാം കുറെ കൂടെ താഴ്ന്ന ജീവിത നിലവാരത്തിലാണ് ജീവിച്ചു പോരുന്നത്. നമുക്കതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഒരിക്കൽ പാപമായിരുന്നത് ഇപ്പോൾ നമുക്ക് പാപമല്ല. ഇന്നലകളിൽ പാപത്തിന്റെ പട്ടികയിൽ നാം മുൻതൂക്കം നൽകിയത് കാലപ്പഴക്കത്താൽ ലോകത്തിന്റെ പുരോഗതിയിൽ ഇപ്പോൾ അത് അപ്രകാരമുള്ള ലംഘനങ്ങളായി പട്ടികപാപമായി നാം കണക്കാക്കുന്നില്ല. നേരത്തെ നാം അയോഗ്യം എന്ന് ചിന്തിച്ചത്, അശുദ്ധി എന്ന് കണ്ട് നാം തള്ളിക്കളഞ്ഞത്, ചേർച്ചയല്ലാതിരുന്നത്, ഒരിക്കലും നമുക്ക് യോഗ്യമല്ലാതിരുന്നത്, ഇന്ന് അത് യോഗ്യമായി ചേർച്ചയായി ഒഴിച്ചുകൂടാൻ പറ്റാത്ത വസ്തുതകളായി പലരും പാപത്തെ ബലഹീനത എന്ന ആ ഒരു വാക്കിൽ പാപത്തിന്റെ കഠിനതയെ ലഘൂകരിക്കുവാൻ നമുക്കും അല്പം ആകാം വിട്ടുവീഴ്ച അല്ലെങ്കിൽ അതിനോടുള്ള താതാത്മ്യം എന്നൊക്കെയുള്ള രീതിയിൽ പാപത്തിന്റെ സ്വാധീനത്തോട് സമരസപ്പെടുന്ന ഒരു സാഹചര്യത്തെ ഇന്ന് ക്രൈസ്തവ കോളത്തിൽ കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, അത് വളരെ ദുഃഖകരമാണ്. ദൈവം തന്നെ വിശുദ്ധിയിൽ നിന്ന് ഒരിക്കലും മാറുന്നില്ല. കാലങ്ങളോ നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ കഴിഞ്ഞാലും ദൈവത്തിന് തന്നെ വിശുദ്ധിയിൽ നിന്ന് മാറുവാൻ കഴിയില്ല. ഒരു ക്രിസ്തുഭക്തനെ സംബന്ധിച്ച് വിശുദ്ധിയിൽ വളരണം എന്ന അത്രേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ വിശ്വാസികളും കർത്താവും തമ്മിൽ ഏറ്റവും ശക്തമായ
ഒരു ബന്ധം യോഹന്നാൻ 15 കാണിച്ചിരിക്കുന്നത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഈ വാക്യം ആസ്പദമാക്കി സ്ഥാനീയമായ വിശുദ്ധീകരണത്തിലൂടെ നമുക്ക് ലഭ്യമായ ക്രിസ്തുവിനുള്ള ഏകത്വവും നിരന്തരമായ വിശുദ്ധീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ക്രിസ്തുവിന്റെ സ്വഭാവവും വ്യക്തിപരമായ വിശുദ്ധീകരണത്തോടെ ലഭിക്കുന്ന ക്രിസ്തുവിന്റെ പൂർണ്ണതയുമാണ് നാം ഇനിയും തുറമാനമായിട്ട് ചിന്തിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ നാം വിശ്വസിച്ച നിമിഷത്തിൽ തന്നെ ക്രിസ്തു നമ്മുടെ ഹൃദയത്തെ ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുന്നു. ക്രിസ്തുവിന്റെ രക്തത്തിനല്ലാതെ മറ്റൊന്നിനും നമ്മെ ശുദ്ധീകരിക്കുവാൻ കഴിയുകയില്ല. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തി ലോകത്തെ നമ്മോടും നമ്മെ ലോകത്തോടും ക്രൂശിച്ചത് ക്രിസ്തുവിന്റെ രക്തമാണ്. ക്രിസ്തുവിന്റെ രക്തം ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തെ നമുക്ക് പ്രദാനം ചെയ്തു. ക്രിസ്തുവിന്റെ ക്രൂശിൽ സമ്പൂർണ്ണമായി നമുക്ക് പാപമോചനം ലഭ്യമായി. അങ്ങനെ ക്രിസ്തു വിശ്വാസാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവേശിച്ചു. എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന് ഒന്ന് എന്ന് പറയുന്ന ആ അനുഭവം നമുക്ക് ലഭിച്ചത് പരിശുദ്ധാത്മാവ് സ്നാനത്തിൽ അത്രേ, അല്ലെങ്കിൽ ആത്മസ്നാനം. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നതിനെ ബാപ്റ്റൈസർ, പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനപ്പെടുത്തുന്നവൻ. അതൊരു പുതിയ നിയമ അനുഭവമാണ്. പരിശുദ്ധാത്മാവ് എന്ന ജലത്തിൽ നമ്മെ മുഴുവനായി മുക്കി നിമജ്ജന സ്നാനം ചെയ്യുന്ന ആത്മസ്നാപകൻ. യോഹന്നാൻ തന്നെ കുറിച്ച് തന്നെ പറയുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് മാനസാന്തരത്തിന് വേണ്ടി ഈ വെള്ളത്തിൽ ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നതേ ഉള്ളൂ. എന്നാൽ കർത്താവോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. പ്രിയമുള്ളവരെ, അപ്രകാരം ഒരു ആത്മസ്നാനം വീണ്ടും ജനം പ്രാപിച്ച വിശ്വാസിക്ക് ലഭ്യമാകുമ്പോൾ ക്രിസ്തുവിനോട് കൂടെയുള്ള നവീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമായി, ക്രിസ്തു ശരീരത്തിന്റെ അംഗമായി ഒരിക്കലും ലോകത്തോട് ഇടപഴകാതെ ദൈവത്തിനോട് വേർതിരിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണ നിയന്ത്രണമുള്ള ഒരു ജീവിതത്തിന്റെ ഉടമയായി തീരുവാൻ നാം വിധേയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ സമൃദ്ധി വിശ്വാസികൾക്ക് ഉണ്ടാകുന്നു. അവിടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു ജീവിതം ഒരു ക്രിസ്തുഭക്തന് നൽകുന്നത് സമ്പൂർണ്ണമായ വിശുദ്ധീകരണമാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഹൃദയത്തിന് മാറ്റമുണ്ടാകും. വിശുദ്ധിയുടെ സിംഹാസനം നമ്മുടെ ഹൃദയാന്തർഭാഗമാകുന്നു. വീണ്ടും ജനം പ്രാപിച്ച ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവനിലുള്ള ദൈവിക പദ്ധതി ആരംഭിക്കുന്നത് ഒരു പുതിയ ഹൃദയത്തിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങളൊരു മോട്ടോർ കാർ ആണെന്ന് ചിന്തിക്കുക. എങ്കിൽ അതിന്റെ നിയന്ത്രണം കർത്താവായി തീരുവാൻ യേശു ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു വിമാനമാണെന്ന് കരുതുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ സ്ഥാനം കോക്പിറ്റിനുള്ളിലാണ്. എന്നാൽ നിങ്ങൾ മേൽപ്പറഞ്ഞ ഒന്നുമല്ല, മറിച്ച് വ്യക്തികളാണ്. നമുക്കൊരു വ്യക്തിത്വമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുകയാണ് കർത്താവിന്റെ അത്യന്തികമായ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ നാം ഈ ചോദ്യങ്ങൾക്ക് നാം തന്നെ മറുപടി പറയേണ്ടതായിട്ട് വരും. നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈ പ്രഭാതത്തിൽ അപ്രകാരം ഒരു സെൽഫ് എക്സാമിനേഷൻ നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങൾ അറിയുന്നിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ സകലത്തിന്റെ ഉറവിടം കർത്താവായ യേശു ആകുന്നുവോ? സകലതും അവനിൽ നിന്നാണോ നിങ്ങൾ അനുഭവിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്ര വിഷയം ക്രിസ്തുവാണോ? നിങ്ങളുടെ ജീവിതത്തിന്റെ സകലവും അവനിൽ നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം കർത്താവാണോ? സകലവും അവന് വേണ്ടിയാണോ നാം ചെയ്യുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ ക്രിസ്തുവുള്ള ഏകീഭാവത്തിൽ നമ്മുടെ നിലവാരം എന്താണെന്ന് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. പുതുമനുഷ്യനായി തീരുവാൻ തക്കവണ്ണം പുതിയ ഹൃദയം കർത്താവ് നമുക്ക് സംഭാവന ചെയ്തിരിക്കുക. അതുകൊണ്ട് പുതിയ മനുഷ്യൻ വിശുദ്ധിയിലും നിഷ്കളങ്കതയിലും പരമാർത്ഥതയിലും ദൈവ സ്വഭാവത്തിലും അനുരൂപരായി തീരേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിന്റെ ഹൃദയവും ഭാവവും നമുക്ക് ഉണ്ടായിട്ട് പുത്രന്റെ സ്വഭാവത്തോട് നാം അനുരൂപപ്പെടുന്നതിനേക്കാൾ കുറഞ്ഞ യാതൊന്നിലും ദൈവം പ്രസാദിക്കുകയില്ല. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 4:22 വാക്യങ്ങളിൽ പഴയ മനുഷ്യനെ രാഗമോഹങ്ങളോട് കൂടെ ഉരിഞ്ഞു കളയുക, വേഷിക്കുക, നീക്കിക്കളയുക. അടുത്തത് പുതുമനുഷ്യനെ ധരിച്ചു കൊള്ളുക. പ്രിയരെ, നമുക്ക് ഈ പ്രഭാതത്തിൽ ഈ ദൂത് ഒന്ന് സ്വീകരിക്കുവാൻ എല്ലാവർക്കും ഇടയായി തീരട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നത് ജഡസ്വഭാവം ഉള്ളവർക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും തമ്മിൽ വിരോധമാണ്, പ്രതികൂലമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ വളരെ ശക്തമായി പറഞ്ഞത്, മാംസരക്തങ്ങൾക്ക് ദൈവരായത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. കർത്താവ് യേശു നിക്കോദെമോസുള്ള ബന്ധത്തിൽ ഇങ്ങനെ പറഞ്ഞു, ജഡത്താൽ ജനിച്ച് ജഡമാകുന്നു. ഒരിക്കലും ജഡരക്തങ്ങൾക്ക് ആത്മീയമായ വെളിപ്പാടോ സ്വർഗീയമായതിനെയോ വെളിപ്പെടുത്തുവാൻ ഒരിക്കലും അവർക്ക് കഴിയുകയില്ല. അതുകൊണ്ടാണ് ക്രിസ്തു ശീമോനോട് ഇങ്ങനെ പറഞ്ഞത്, നിനക്കിത് വെളിപ്പെടുത്തിയത് ജഡരക്തങ്ങളല്ല. ജഡരക്തങ്ങളും മാനുഷ്യമായിട്ടുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളും താല്പര്യങ്ങളും ഇഷ്ടങ്ങളും മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു ആത്മീയത, ആത്മീയ ജീവൻ, ആത്മീയ ഉണർവ് നമുക്ക് പ്രദാനം ചെയ്യുവാൻ പുതുജനനത്തിൽ കൂടി നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ദൈവവചനത്തെ ഹൃദയത്തിൽ ഒരു വിത്തായി, ഹൃദയത്തിൽ ദൈവവചനത്തെ സ്ഥാനം നിങ്ങൾ നൽകുന്നെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതം നവീകരിക്കപ്പെടും, ശക്തീകരിക്കപ്പെടും. വിശുദ്ധിയിൽ നിങ്ങൾ തികഞ്ഞവരായിത്തീരും. ആത്മീയ അനുഭവങ്ങളിൽ നിങ്ങൾ ശക്തരായിത്തീരും. ഇത്ര ധന്യമായ ആത്മീയ അനുഭവം ഇത് പ്രാപിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചത്. വീണ്ടും അതിന് പറയുന്നു, അശുദ്ധിക്കല്ല വിളിച്ചത്, വിശുദ്ധിക്കത്രേ. നാം വിശുദ്ധരായി ദൈവസ്ഥൽ നിൽക്കണമെന്ന്, കുറ്റമില്ലാത്തവരായി കളങ്കമില്ലാത്തവരായി നിൽക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. ദൈവം നമ്മെ നിർത്തും, തേജസ്സോടെ നമ്മെ നിർത്തും, വിടാതെ ദൈവം നമ്മെ നിർത്തും. കാരണം ഇത് കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ദൈവപ്രവർത്തനം വിശ്വസിക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.